സാറേ, BSFും ബംഗ്ലാദേശിലെ സൈന്യവും തമ്മിൽ ചില സംഘർഷങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ചില മുന്നേറ്റങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ നടത്തുന്നെന്നും കേൾക്കുന്നു. വാസ്തവം? പാകിസ്ഥാന്റെ ഈ പ്രചോദനം ആയിരിക്കും ഉണ്ടാവുക ബംഗ്ലാദേശിന്. പാകിസ്ഥാന്റെ കപ്പലൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ. പിന്നെ ISIയുടെ ട്രെയിനിങ് ബംഗ്ലാദേശ് സേനയ്ക്ക് കൊടുക്കുന്നു. ഫെബ്രുവരി മുതൽ അത് തുടങ്ങും എന്നൊക്കെ ഉള്ളതൊക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ ബംഗാളിൻ്റെ അവിടെയാണല്ലോ അതിർത്തി. അപ്പോൾ ആ അതിർത്തിയിൽ കുറേ നാളായിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. BGB, ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ശല്യം ഒഴിവാക്കാനായിട്ട് വേലി കെട്ടുന്നുണ്ടായിരുന്നു അതിർത്തിയിൽ. ആ വേലി കെട്ടൽ ഈ BGB, ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ്, പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നമുക്ക് വേലി കെട്ടാവുന്ന ഒരു അന്തരീക്ഷം അല്ല അതിർത്തിയിലുള്ളതെന്നുള്ളത് അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. ഈ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് അവരുടെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് കുറച്ച് അവർ കടന്നു കയറുന്നുണ്ട്, നമ്മുടെ 5 കിലോമീറ്റർ പിടിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നെങ്കിലും നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അത് നിഷേധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം പിന്നാലെ. ഈ ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതായത് BSF, വെള്ളിയാഴ്ച പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യാന്തര അതിർത്തിയിൽ മാൾഡ ജില്ലയുണ്ടല്ലോ പശ്ചിമ ബംഗാളിലെ, മാൾഡയിലെ വൈഷ്ണബ് നഗറിലെ സുഖ്ദേവ്പൂർ, അവിടെയാണ് രാജ്യാന്തര അതിർത്തി ഇന്ത്യ ബംഗ്ലാദേശ്. ആ അതിർത്തിയിലെ വേലികെട്ടൽ ഈ സംഘർഷം ഒഴിവാക്കാനും ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും വേണ്ടി ഇന്ത്യ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതാണ് BSF പറയുന്നത്. ഒരു ഒറ്റ ഈ കമ്പിവേലി ആണ് ഉദ്ദേശിച്ചിരുന്നത്. ഈ സിംഗിൾ ബാർബ്ഡ് വയർ ഫെൻസിങ് അത്രയേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഒറ്റ കമ്പിവേലിയാണ് ഉദ്ദേശിച്ചിരുന്നത്. അവിടെ നിന്നുള്ള നുഴഞ്ഞു കയറ്റം നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ BSFും BGBയുമായിട്ട് തിങ്കളാഴ്ച സംഘർഷം ഉണ്ടായി. അവിടെ ഈ ബംഗ്ലാദേശ് സേന വിയോജിപ്പ് പ്രകടിപ്പിച്ച ശേഷം സംഘർഷം ഉണ്ടായി. ചൊവ്വാഴ്ച ഉച്ചയായപ്പോൾ ഈ വേലികെട്ടൽ BSF നിർത്തിവെച്ചു. ഇത് ഈ വേലി കെട്ടിയിട്ട് അത്യാവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് അത് മരവിപ്പിക്കുക, അനാവശ്യമായിട്ടുള്ള സംഘർഷം ഒഴിവാക്കാൻ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അത് താമസിയാതെ ആരംഭിക്കും. പക്ഷേ നമ്മളതിന് ഡെഡ് ലൈൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് BSFിൻ്റെ സൗത്ത് ബംഗാൾ, തെക്കൻ ബംഗാൾ അതിർത്തിയിലെ ഒരു ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉന്നതതല യോഗം വ്യാഴാഴ്ച കഴിഞ്ഞ ദിവസം BSFും BGBയും ആയിട്ട് ചേർന്നിരുന്നു. അത് പെത്രാപോൾ എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റിലാണ് നടന്നത്. ഈ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതിലെന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഇവര് ബംഗ്ലാദേശിലെ മാധ്യമം ന്യൂ ഏജിൽ, പല ബംഗ്ലാദേശ് മാധ്യമങ്ങളിലും വന്നിരുന്നു. ഞാൻ ന്യൂ ഏജിൽ വായിച്ചിരുന്നു. ഈ ഡിസംബർ 19-ാം തീയതി ഈ BGB, ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേന, ഈ 24 മണിക്കൂർ പട്രോള് ഈ മോട്ടോർ ബോട്ടുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓൾ ടെറൈൻ, ഏത് ഭൂപ്രദേശത്തും സഞ്ചരിക്കാവുന്ന വാഹനങ്ങളും വെച്ചിട്ട് നമ്മുടെ അതിർത്തിയിൽ പട്രോൾ നടത്തുന്നുണ്ട്. 24 മണിക്കൂർ പട്രോൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് അതിർത്തിയിലുള്ള കൊഡാലിയ നദി, ബംഗാൾ അതിർത്തിയിലെ ഈ പുഴ അവരുടേതാണ്. നോർത്ത് 24 പർഗാനാസിലെ ബാഗ്ദ ബ്ലോക്കിലെ രംഗത്ത് ഗ്രാമത്തിലാണ് ഈ കൊഡാലിയ നദി ഒഴുകുന്നത്. അതിർത്തിയിലും ഉണ്ട് കുറേ ഭാഗങ്ങൾ, ബംഗ്ലാദേശിലേക്ക് അതിർത്തിയിലും ഉണ്ട്, രാജ്യാന്തര അതിർത്തിയിൽ. ഇരുവശവും തൂണുകളുണ്ട്. ദശകങ്ങളായി മാറ്റമൊന്നുമില്ല. പക്ഷെ അവിടെ ഇപ്പോൾ ഈ മോട്ടോർ ബോട്ടുകൾ പുഴയിൽ, പിന്നെ ഈ
ഏത് ഭൂപ്രദേശത്തും സഞ്ചരിക്കാവുന്ന വാഹനങ്ങൾ, ഓൾ ടെറൈൻ വെഹിക്കിൾസ്, ഇതൊക്കെ ഉപയോഗിച്ച് അവർ പട്രോളിംഗ് നടത്തുകയും ഈ പുഴ കൊഡാലിയ എന്ന് പറഞ്ഞ പുഴ ബംഗ്ലാദേശ് പിടിക്കുകയും ചെയ്തു എന്നാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസംബർ 20 ബംഗ്ലാദേശികൾ പുഴയിൽ മീൻപിടുത്തം തുടങ്ങി, തീരത്ത് കൃഷി ആരംഭിച്ചു എന്നൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 6 മൊഹേഷ്പൂർ ബറ്റാലിയൻ 151 BGBയുടെ ബറ്റാലിയൻ കമാൻഡർ ഈ നാട്ടുകാരുടെ അടുത്ത് വന്നിട്ട് അതിർത്തിയിൽ ഉടമാവകാശം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് കുറേ രേഖകളൊക്കെ കാണിച്ചു വന്നു. പുതിയ മറ്റേ കമാൻഡറാണ് വന്നിരിക്കുന്നത്, അയാളാണിത് കാണിച്ചത്. അപ്പോൾ ബംഗ്ലാദേശിൽ ഈ തെക്ക് ഭാഗത്തുള്ള പുഴയുടെ ഭാഗങ്ങളൊക്കെ അവരുടേതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. മാറ്റിലേക്കടുത്തുള്ള പുഴയുടെ ഭാഗങ്ങളൊക്കെ അവരുടേതാണ് എന്നാണ്. പുഴ ഇപ്പം നമ്മുടെ കയ്യിലാണ് മൊത്തം, പക്ഷെ കുറേ ഭാഗങ്ങൾ അവരുടേതാണ്, തെക്ക് ഭാഗത്ത് മാറ്റിലേക്കടുത്ത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 1961 മാപ്പിൽ 4.80 കിലോമീറ്റർ ബംഗ്ലാദേശിൻ്റേതാണ്. BSF നുഴഞ്ഞു കയറുകയാണ് എന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. എന്നിട്ട് 5 കിലോമീറ്റർ ബംഗ്ലാദേശ് പിടിച്ചെടുത്തു എന്ന് അവിടുത്തെ മാധ്യമങ്ങളിൽ വന്നു. അപ്പം നമ്മുടെ അതായത് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് BGB അവർ പിടിച്ചെടുത്തു എന്ന് നമ്മൾ ആ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ BSF തള്ളി. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ BSFിൻ്റെ സൗത്ത് ബംഗാൾ ഫ്രോണ്ടിയറിൽ അതിർത്തിയിൽ ആണ് ഡിസംബർ 19 മുതൽ നമ്മളും 24 മണിക്കൂർ പട്രോൾ നടത്തുന്നുണ്ട്. നമ്മുടെ മോട്ടോർ ബോട്ടുകൾ, ATVകൾ, ഓൾ ടെറൈൻ വെഹിക്കിൾസ്, ഇതൊക്കെ നമ്മൾക്കും ഉണ്ട്. അപ്പോൾ ഈ കൊഡാലിയ നദിയിൽ കൂടി ആണ് രാജ്യാന്തര അതിർത്തി കടന്നു പോകുന്നത്. ആ പുഴയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ അവരുടെ സേന 24 മണിക്കൂർ പട്രോൾ നടത്തുന്നു എന്നുള്ള അവരുടെ വാദം അസംബന്ധമാണ് എന്നാണ് BSF പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തലപൊക്കുകയാണ്. അപ്പോൾ നദിക്ക് ഇരുപുറവും BSF BJBയും സ്വന്തം ജോലികൾ അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ നമ്മുടെ സ്ഥലം പിടിച്ചിട്ടൊന്നുമില്ല, ഒരു ഇഞ്ച് പോലും പിടിച്ചിട്ടില്ല. 1975 ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 58 BGB ബറ്റാലിയൻ ഉണ്ടല്ലോ, അവിടുത്തെ ബംഗ്ലാദേശ് സേന അതിർത്തി, അതിൻ്റെ പുതിയ കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ റഫീഖ് ഇസ്ലാം, അയാളാണ് പറഞ്ഞത് 5 കിലോമീറ്റർ പിടിച്ചു എന്നുള്ളത്. ഈ കൊഡാലിയ പുഴ അവരുടേതാണെന്നും ഒക്കെ ബംഗ്ലാദേശ് അവകാശപ്പെടുത്തുന്നുണ്ട്. നാദിയ അതിർത്തിയിലാണ് പുഴയുടെ തീരത്ത് വേലിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ വേലിയെല്ലാം കെട്ടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വേലി വന്നു കഴിഞ്ഞാൽ അവർക്ക് നുഴഞ്ഞു കയറാൻ പറ്റില്ല, ഇങ്ങോട്ട് കടന്നു കയറാനും പറ്റില്ല, സ്ഥലമൊന്നും പിടിച്ചെടുത്തു എന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് വേലിയില്ലാത്തത് കൊണ്ട് നുഴഞ്ഞുകയറ്റം നടക്കുന്നു, കള്ളക്കടത്ത് നടക്കുന്നു. BSFിൻ്റെ ഔട്ട് പോസ്റ്റുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ശരിക്കും പറയും, ഷഹബാസ് ഷെരീഫും മുഹമ്മദ് യൂനിസും തമ്മിൽ ഈജിപ്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമല്ലേ അവിടെ ആർമിയുടെ സഹായം കൊടുക്കാമെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചേ. അപ്പോൾ അത് കിട്ടുമെന്ന് ഉറപ്പ് വന്നപ്പോൾ ഒരു അഹങ്കാരം അല്ലെ, ഒരു അഹംഭാവം അല്ലേ, അതാണ് ചോദിച്ചത്. അപ്പോൾ ഇത് സത്യത്തിൽ എത്രയോ വലിയ ആർമിയുള്ള ഇന്ത്യയുടെ അടുത്ത് കാണിക്കാൻ അവർക്ക് ഭയമില്ല. അതാണ് എന്തടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത്? നമ്മളെന്തിനാണ് ഇത് നിർത്തിവെക്കുന്നത്? നമ്മൾ അനാവശ്യമായിട്ട് ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ജനുവരി 20 ആയിക്കോട്ടെ, ട്രംപ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം. അത്രയും ദിവസേ നമ്മൾ കണക്കാക്കുന്നുണ്ടാവുള്ളൂ, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, എന്നിട്ട് അടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കാരണം ഇനി 3 അധികം കാലമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. എന്നാലും ഇങ്ങനെ തലപൊക്കി നിൽക്കുകയാണ്. കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ഈ ജിഹാദി ഭരണം വന്നതുകൊണ്ട് എന്തും ചെയ്യാൻ, കാരണം ഹിന്ദുക്കളെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിജയിച്ചു, ക്ഷേത്രങ്ങൾ ആക്രമിച്ചു, ഇസ്കോൺ സന്യാസിയെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, അയാളുടെ വക്കീലിനെ കൊന്നു, അയാൾക്ക് വേണ്ടി വാദിക്കാൻ ആരും ഇല്ലാതായി സന്യാസിക്ക് വേണ്ടി. ഇങ്ങനെ ഈ മൈനോറിറ്റികളെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, സിഖുകാരെ, ഹിന്ദുക്കളെ,
ജൈന മതസ്ഥരെ ഒക്കെ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ ആക്രമണത്തിൽ വിജയിച്ചു, ഭരണകൂടം പിടിച്ചു, ഷെയ്ഖ് ഹസീനയെ ഓടിച്ചു, ജിഹാദി ഭരണം വന്നു. എന്നാ പിന്നെ നമുക്ക് അതിർത്തിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവാം. ISI അതിനുള്ള പിന്തുണ, ചിലപ്പോൾ ചൈനയുടെ പിന്തുണയും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ ബൈഡൻ ഭരണകൂടം നൽകിയതുപോലെ ഒരു പിന്തുണ ഇനി വരുന്ന ട്രംപിന്റെ ഭരണകൂടം നൽകില്ല എന്ന് ബംഗ്ലാദേശ് പൂർണ്ണ ബോധ്യമില്ലേ? അതെ. എന്നിട്ട് പിന്നെ എന്തിനാ ഒരു പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും ആ 20-ാം തീയതി വരെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്. ബോധമൊന്നുമില്ലല്ലോ. ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭരണകൂടം ഇല്ലാതിരിക്കുമോ? ഒരു പ്രോപ്പർ ഭരണകൂടം അവിടെ ഇല്ലല്ലോ. ഉപദേഷ്ടാക്കൾ മാത്രമല്ലേ ഉള്ളൂ. ആ ഉപദേഷ്ടാക്കളിൽ തന്നെ ഒരാൾ മറ്റേ HUTയുടെ ഹിസ്ബുൾ തഹ്രീറിന്റെ ഭീകരനാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയും ചെയ്തിരുന്നതാണ്. ഇതാണ് ഈ തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് ആവശ്യമില്ലാതെ. ഒരടി കൊടുക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിക്കും എന്ന് വേണം കരുതാൻ ഇങ്ങനെയാണെങ്കിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.